ധനവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം ശക്തമാക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അധ്യാപക സംഘടനയായ KGM-CTA ഈ മാസം 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപനം ബഹിഷ്കരിക്കും. 27-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തും. OP ബഹിഷ്കരണത്തോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നടത്തില്ല. സുനിഷ അയലൂരിന്റെ വിവരങ്ങൾ നൽകാൻ. സുനിഷ, ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണല്ലേ? അതെ ശ്രുതി, അങ്ങനെ തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, ഒരു വിഭാഗം ഡോക്ടർമാർ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA നേതൃത്വത്തിൽ ധനമന്ത്രിയുമായി ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷേ ഈ ചർച്ചയിൽ DA കുടിശ്ശിക ഒഴികെയുള്ള മറ്റ് 3 ആവശ്യങ്ങൾ, തസ്തികയായാലും ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതായാലും ഒപ്പം തന്നെ ഈ സ്ഥലമാറ്റവുമായി സംബന്ധിച്ചുള്ള 3 വിഷയങ്ങളിലും ഒരാഴ്ചക്കകം തീരുമാനമെടുക്കാമെന്നുള്ളതായിരുന്നു അന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ ഉറപ്പ് നൽകിയതിലൊന്നും തന്നെ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ KGM-CTA പ്രതിഷേധ സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പറഞ്ഞതുപ്രകാരം മറ്റന്നാൾ മുതൽ അധ്യാപനം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും നടക്കുക. അതേസമയം തന്നെ വിവിധ തരത്തിൽ പ്രതിഷേധ റാലികൾ, ധർണകൾ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി KGM-CTA എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള ധർണ നടത്താനുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ജനുവരി 27 തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധ ധർണ നടത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർ തുടർന്നുകൊണ്ടിരുന്ന റിലേ സമരം, അതായത് ഈ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള റിലേ സമരം നടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു സമരരീതിയിലേക്ക് ഇനി അടുത്ത ദിവസങ്ങളിലും കൂടി കടക്കുമെന്നുള്ളതാണ്. നേരത്തെ ഈ അടിയന്തര ശസ്ത്രക്രിയകൾ അല്ലാത്ത ശസ്ത്രക്രിയകളെല്ലാം തന്നെ OP ബഹിഷ്കരണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ശസ്ത്രക്രിയകൾക്കൊന്നും തന്നെ മുടക്കം വരാത്ത രീതിയിലായിരുന്നു പ്രവർത്തനമുണ്ടായത്. എന്നാൽ അടിയന്തര ശസ്ത്രക്രിയ അല്ലാത്ത മറ്റ് ശസ്ത്രക്രിയകൾ കൂടി നടത്താത്ത തരത്തിലേക്ക് ഇനി പ്രതിഷേധം കടക്കുമെന്നുള്ളത് കൂടി KGM-CTA മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധം എന്നതാണ്. ഒപ്പം തന്നെ അടുത്ത ദിവസം നാളെ മുതൽ തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്ക്, സമര പരിപാടികളിലേക്ക് കടക്കാനാണ് KGM-CTAയുടെ തീരുമാനം. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് KGM-CTA. വിവരങ്ങളാണ് സുനിഷ അയലൂർ